സുഹൃത്തുക്കളെ, പരീക്ഷയിൽ വിജയം കൈവരിക്കുവാൻ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള എപ്പിസോഡിൻ്റെ രണ്ടാം ഭാഗമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ പഠിക്കണം എന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വിഷയം. ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ: ഒന്ന്, അസുഖം വരാതെ സൂക്ഷിക്കുക, നല്ല ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുക. അതിനുവേണ്ടി ന്യൂട്രീഷ്യസ് ഫുഡ്, പോഷകഗുണമുള്ള ആഹാരം കഴിക്കുക. ഓവർ ഈറ്റിംഗ് പാടില്ല, മറിച്ച് ഇടവിട്ട് ലഘു ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നന്നായിരിക്കും. വിശപ്പുള്ളപ്പോഴോ പരീക്ഷാർത്ഥി പഠിക്കുന്ന സമയത്ത് ശ്രദ്ധയില്ലാതെ കണ്ടോ അലസരായി പഠിക്കാൻ പാടില്ല. ചെറിയ ചെറിയ വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നത് നന്നായിരിക്കും. വളരെ കൂടുതൽ എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം, എക്സസീവ് എൻ്റർടൈൻമെൻറ്റ്, വലിയ ഓട്ടം, ചാട്ടം എന്നിവ ഒഴിവാക്കുന്നത് നല്ലതാണ്. പരീക്ഷയെ എങ്ങനെ നേരിടണം എന്നുള്ള വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. 3 കാര്യങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നു. 1, പരീക്ഷാർത്ഥിയുടെ അറിവ്. 2, മൂല്യനിർണ്ണയം ചെയ്യുന്ന ആളിനെ ഇംപ്രസ് ചെയ്യുവാൻ പരീക്ഷാർത്ഥിയുടെ കഴിവ്. 3, നിശ്ചിത സമയത്തിനുള്ളിൽ മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുവാനുള്ള പരീക്ഷാർത്ഥിയുടെ കഴിവ്. ഇത് 3ഉം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. പരീക്ഷയുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രത്തെപ്പറ്റി ഇവിടെ 2 വാക്ക് പറയുന്നത് ഉചിതമായിരിക്കും. 2 പേർ ഒരേ എക്സാമിനേഷൻ എഴുതുന്നു, ഏകദേശം ഒരേ ആൻസറും. പക്ഷേ പലപ്പോഴും ഒരാൾക്ക് 25% മുതൽ 30% വരെ കൂടുതൽ മാർക്ക് ലഭിക്കൂ എന്നതായി കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ പ്രധാനമായും പരീക്ഷാർത്ഥിക്ക് മൂല്യനിർണ്ണയം ചെയ്യുന്ന ആളിനെ ഇംപ്രസ് ചെയ്യുവാനുള്ള കഴിവാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട സൈക്കോളജിയെപ്പറ്റി, എങ്ങനെ എക്സാം എഴുതണം എന്നും മറ്റും ഒരു റിസർച്ച് നടക്കുകയുണ്ടായി. ആ റിസർച്ച് അനുസരിച്ച് ഒരു ലീഗൽ സൈസ് ആൻസർ പേപ്പറിൽ എത്ര ലൈൻ എഴുതാം, അതിനെപ്പറ്റി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കണ്ടെത്തൽ ഏകദേശം 5 വേർഡ്സ് വരെ. CBSEയുടെ ആൻസർ പേപ്പർ കുറച്ചുകൂടി ഹൊറിസോണ്ടൽ ടൈപ്പിലായതുകൊണ്ട് CBSEയുടെ ആൻസർ ബുക്കിൽ ഒരു ലൈനിൽ 6 വേർഡ്സ് വരെ എഴുതുന്നത് നന്നായിരിക്കും. അതുപോലെ എക്സാമിനറെ ഇംപ്രസ് ചെയ്യുവാൻ ഹാൻഡ് റൈറ്റിംഗ് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നതായിരിക്കും എക്സാമിനറെ ഇംപ്രസ് ചെയ്യുവാൻ കൂടുതൽ സാധ്യമാകുന്നത്. അതുതന്നെ അറ്റ്ലീസ്റ്റ് 2-3 പേജെങ്കിലും നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന ആ ഇംപ്രഷൻ എക്സാമിനർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. IAS പോലുള്ള എക്സാമിനേഷനുകളിൽ ഓരോ പേപ്പറിനും 5 മാർക്ക് വീതം ഹാൻഡ് റൈറ്റിങ്ങിന് നിജപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 8 പേപ്പറാണെങ്കിൽ 8 × 5 40 മാർക്ക് വരെ ഹാൻഡ് റൈറ്റിങ്ങിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഹെവി ഫുഡ് ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ കൂടുതൽ വെള്ളം കഴിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. തിളപ്പിച്ചാർച്ച വെള്ളമായിരിക്കും നല്ലത്. ഐസ് വാട്ടറോ ഐസ് ഉപയോഗിച്ചുള്ള ആഹാര പദാർത്ഥങ്ങളോ ഉപയോഗിക്കാതിരിക്കുക. മെയിൻറ്റെയിൻ എ ബേണിംഗ് ഡിസയർ. ഒരു ജ്വലിക്കുന്ന ആഗ്രഹം, തീവ്രമായ ആഗ്രഹം മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. നമ്മളുടെ ആഗ്രഹം എത്രമാത്രം തീവ്രമാണോ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. മറ്റൊന്ന്, ക്രോണോളജിക്കൽ ഓർഡറിൽ
പരീക്ഷ എഴുതുക എന്നുള്ളതാണ്. അതായത് ഒന്നാമത്തെ ചോദ്യം, പിന്നെ രണ്ടാമത്തെ ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, കഴിയുന്നതും അങ്ങനെ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതുന്നതായിരിക്കും എക്സാമിനറെ സംബന്ധിച്ചിടത്തോളം ആൻസർ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുവാൻ കൂടുതൽ സൗകര്യപ്രദം. ടൈറ്റിൽസ്, മെയിൻ പോയിൻറ്റ്സ്, സബ് പോയിൻറ്റ്സ് ഇവയൊക്കെ റെഡ് പെൻ ഉപയോഗിച്ച് അണ്ടർലൈൻ ചെയ്യുന്നത് എക്സാമിനറെ ഇംപ്രസ് ചെയ്യുവാൻ കൂടുതൽ സാധിക്കും. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ പാരഗ്രാഫോ പോലെയുള്ള ഒരു പാരഗ്രാഫിൽ കവിയാതെ എഴുതുക, അല്ലെങ്കിൽ ഒരു പുറത്തിൽ കവിയാതെ എഴുതുക, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സെൻറ്റൻസസ്, തുടക്കവും അവസാനവും ഓർണമെൻ്റൽ വേർഡ്സ് ഉപയോഗിച്ച് നല്ല കൊട്ടേഷനൊക്കെ കൂട്ടി ഓപ്പണിംഗ് സെൻറ്റൻസും ക്ലോസിംഗ് സെൻറ്റൻസും എഴുതുന്നതും ആൻസറിന് കൂടുതൽ വെയിറ്റേജ് കിട്ടാൻ സാധ്യതയുണ്ട്. ഗൈഡ് ലൈൻസ്, താഴെ പറയുന്ന ഗൈഡ് ലൈൻസ് ശ്രദ്ധിക്കുക. 1. പരീക്ഷ തുടങ്ങുന്ന ആദ്യത്തെ ദിവസം നേരത്തെ തന്നെ എക്സാമിനേഷൻ ഹാളിൽ പോവുക. ഏത് ഹാളിലാണ് എക്സാമിനേഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഏതാണ് സീറ്റ് എന്നിവ നേരത്തെ തന്നെ കണ്ടുപിടിക്കുക. എക്സാമിനേഷന് വേണ്ട സ്റ്റേഷനറി ഐറ്റംസ്, അഡ്മിറ്റ് കാർഡ് അഥവാ ഹോൾ ടിക്കറ്റ്, പെൻസിൽ, പെൻ എന്നിവ കയ്യിൽ കരുതുക. എക്സാമിനേഷൻ ഹാളിൽ കയറിയതിന് ശേഷം ആൻസർ ബുക്ക് കിട്ടിയാലുടൻ അതിൽ കൊടുത്തിരിക്കുന്ന ഗൈഡ് ലൈൻസ് വളരെ ശ്രദ്ധയോടുകൂടി വായിച്ച് മനസ്സിലാക്കുക. ആൻസർ ബുക്കിൽ നിങ്ങളുടെ റോൾ നമ്പർ, നെയിം എന്നിവ ചോദിച്ചിരിക്കുന്നത് മാത്രം ടൈറ്റിൽ പേജിൽ എഴുതുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അൺഓതറൈസ്ഡ് ഐറ്റംസ് അല്ലെങ്കിൽ ബിറ്റ്സ് ഓഫ് പേപ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കുകൾ എക്സാമിനേഷൻ ഹാളിൽ കൊണ്ടുപോകുന്നത് അനുവദനീയമല്ല. ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് കിട്ടിയാലുടൻ അതിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ശരിയായി വായിച്ച് മനസ്സിലാക്കുക. മെൻ്റലി പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു 15 മിനിറ്റ് എക്സാം തുടങ്ങുന്നതിന് വേണ്ടി പരീക്ഷാർത്ഥികൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ഈ 15 മിനിറ്റ് മനസ്സിനെ ശാന്തമാക്കുന്നതിനും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്നതിനും വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. പരീക്ഷയെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി നേരിടാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ചോദ്യം ശരിയായി വായിച്ച് മനസ്സിലാക്കുക. 1 മാർക്ക് മുതൽ 6 മാർക്ക് വരെയും 10 മാർക്ക് വരെയുമുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം. നമുക്കറിയാവുന്നതൊക്കെ തന്നെ പരീക്ഷയിൽ എഴുതുക എന്നുള്ളതല്ല, മറിച്ച് ചോദ്യങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആൻസർ നൽകുന്നതാണ് ഉത്തമം. അതായത് 1 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഒന്നുകിൽ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് എഴുതാവുന്നതാണ്. 2 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ അതിന് ഒരു 3 സെൻറ്റൻസ് അല്ലെങ്കിൽ 4 സെൻറ്റൻസ് എഴുതാം. 3 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ അതിന് 4 സെൻറ്റൻസ് മുതൽ 5 സെൻറ്റൻസ് വരെ എഴുതാവുന്നതാണ്. 4 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ 6 സെൻറ്റൻസ് മുതൽ 8 സെൻറ്റൻസ് വരെ ആൻസറിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. 5 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ 7 സെൻറ്റൻസ് മുതൽ 8 സെൻറ്റൻസ് വരെ ആൻസറിൽ ഉൾക്കൊള്ളിക്കാം. 6 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ 10 സെൻറ്റൻസ് മുതൽ 12 സെൻറ്റൻസ് വരെയും ആകാം. 10 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഒരു 150 വേർഡ്സ് അല്ലെങ്കിൽ ഒരു 15 സെൻറ്റൻസ് 20 സെൻറ്റൻസ് വരെ ആൻസറിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ആൻസറുകൾ എല്ലാം നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ വായിക്കത്തക്ക രീതിയിൽ എഴുതേണ്ടതാണ്. നമുക്കറിയാവുന്നത് എല്ലാം തന്നെ എഴുതുക എന്നുള്ളതല്ല, മറിച്ച് എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിനാണ് ആൻസർ എഴുതേണ്ടത്. മാത്തമാറ്റിക്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ എടുത്തെഴുതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എടുത്തെഴുതുമ്പോൾ ആൻസർ തെറ്റിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്പണിംഗ് സെൻറ്റൻസ് അതുപോലെ ക്ലോസിംഗ് സെൻറ്റൻസ് വളരെ ശ്രദ്ധാപൂർവം എഴുതേണ്ടതാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അറ്റംപ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ്. ആസ് ഫാർ ആസ് പോസിബിൾ റൈറ്റ് ആൻസേഴ്സ്
to the questions in each sections together. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി എന്ന് പല സെക്ഷനുകളുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒരു സെക്ഷനിലെ ആൻസർ ഒരുമിച്ച് എഴുതാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ്. അണ്ടർലൈൻ യുവർ മെയിൻ പോയിൻറ്റ്സ്. നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് മെയിൻ പോയിൻറ്റ്സ്, മെയിൻ ടൈറ്റിൽ, സബ് ടൈറ്റിൽസ് എന്നിവ കളർ പെൻ ഉപയോഗിച്ച്, സ്കെയിൽ ഉപയോഗിച്ച് അണ്ടർലൈൻ ചെയ്യാവുന്നതാണ്. മെയിൻ ഹെഡിങ് അഥവാ ടൈറ്റിൽസ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നത് നന്നായിരിക്കും. ആസ് ഫാർ ആസ് പോസിബിൾ യൂസ് ദ സെയിം ഇങ്ക്. ബ്ലൂ ഇങ്കോ ബ്ലാക്ക് ഇങ്കോ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഒരു ആൻസർ ബ്ലൂയിൽ എഴുതി അടുത്ത ആൻസർ ബ്ലാക്ക് ഇങ്കിൽ എഴുതരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ആൻസർ എഴുതുന്ന ഒരു പേപ്പറിൽ എഴുതുന്ന എല്ലാ ആൻസേഴ്സും ഒരേ ഇങ്കിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളുടെ അതേ ഹോളിൽ തന്നെ ഏതെങ്കിലും കുട്ടികൾ കൂടുതൽ അഡീഷണൽ ഷീറ്റ് വാങ്ങി ആൻസേഴ്സ് എഴുതുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരും പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. നിങ്ങൾ എഴുതുന്ന ആൻസേഴ്സ് സ്പെസിഫിക് പോയിൻ്റ് ആണെങ്കിൽ വെയിറ്റേജ് നിങ്ങൾ എഴുതുന്ന ഉത്തരങ്ങൾക്കായിരിക്കും. അതുപോലെ ആൻസർ നമ്മൾ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ വിട്ടു, അടുത്ത ചോദ്യം നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നേരത്തെ വിട്ടുപോയ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എങ്കിൽ അത് നിങ്ങൾ നോട്ട് ചെയ്തതിന് ശേഷം പിന്നീട് എഴുതിക്കൊണ്ടിരിക്കുന്ന ആൻസർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ചോദ്യത്തിൻ്റെ നമ്പർ ഇട്ടതിന് ശേഷം ആൻസർ ചെയ്യാവുന്നതാണ്. പോസ്റ്റ് കാർഡ്, നോട്ടീസ്, മെസ്സേജ് എന്നിവ അല്ലെങ്കിൽ ഏതെങ്കിലും പിക്ചർ വരയ്ക്കുകയാണെങ്കിൽ അതെല്ലാം വൃത്തിയായി വരയ്ക്കുകയും ഫോർമാറ്റിലൂടെ തന്നെ അത് ചെയ്യേണ്ടതാണ്. സ്കെച്ച് വരച്ചിട്ട് അത് ലേബൽ ചെയ്യേണ്ടതും ആവശ്യമാണ്. ആൻസർ ചെയ്യുമ്പോൾ പല തിരുത്തലുകളും അതുപോലെ കറക്ഷൻ, വീണ്ടും അതിൻ്റെ പുറത്തുകൂടി എഴുതുക, ഇങ്ക്, ആൻസർ ബുക്കിലൊക്കെ ഇങ്ക് ഒഴിക്കുക, ഇതൊക്കെ എക്സാമിനറുടെ ഇംപ്രഷൻ നേടാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് ആൻസർ ബുക്ക് വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. സമയം തികയാതെ വരികയോ മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ സാധിക്കാതെ വരികയോ ചെയ്താൽ ഇനിയും എഴുതാനുള്ള ചോദ്യങ്ങളുടെ ചോദ്യ നമ്പർ ഇട്ടതിന് ശേഷം മെയിൻ പോയിൻറ്റ്സ് എങ്കിലും എഴുതുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ആൻസർ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായി എല്ലാ ആൻസറുകളും ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. ആൻസർ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് റോൾ നമ്പർ, അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ, പേജസ് എന്നിവ ചെക്ക് ചെയ്യുന്നതും നന്നായിരിക്കും. യാതൊരു വിധമായ മാൽപ്രാക്ടീസുകളും കോപ്പിയടി പോലുള്ള കാര്യങ്ങളും എക്സാമിനേഷൻ ഹോളിൽ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ചർച്ച ചെയ്ത വിഷയങ്ങൾ പരീക്ഷാ ഹാളിലും പരീക്ഷ എഴുതുന്ന സമയത്തും എല്ലാം തന്നെ പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും മംഗളം നേരുന്നു. നല്ല വിജയം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.